എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എന്ന് വരും? നാളെയാണോ, മറ്റന്നാളാണോ, ഇന്നാണോ? എല്ലാ വിദ്യാർത്ഥികളും അതിന്റെ പിറകിലാണ്. +2 പരീക്ഷ എഴുതി നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് +2ന്റെ റിസൾട്ട് വാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആ റിസൾട്ട് വരാനുണ്ട്. കീം, നീറ്റ് തുടങ്ങിയ എൻട്രൻസ് എക്സാമിനേഷൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് കീമിന്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിലും നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യം ഈ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ടാണ്. ഇതിങ്ങനെ നീട്ടി എവിടം വരെ എത്തുമെന്നതിന് യാതൊരുവിധ ധാരണയുമില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എവിടെ നിന്നും ഒഫീഷ്യലി ഒരു ഡേറ്റ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷെ നമുക്കറിയാം വാല്യുവേഷൻ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന വിവരങ്ങൾ നമുക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ലഭിക്കുന്നു. പക്ഷെ പല യൂട്യൂബ് ചാനലുകളും ഇത് ഇന്നാണോ നാളെയാണോ, ഒരു 5 ദിവസമായിട്ട് വീഡിയോ ഇടുന്ന ചാനൽ ഞങ്ങൾക്കറിയാം. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും. പക്ഷേ ഇത് എന്നാണ് എന്നതിന് കൃത്യമായ ഒരു ഡേറ്റ് ഇതുവരെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടത്തില്ല. അപ്പം നിങ്ങൾ വിദ്യാർത്ഥികളുടെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ടിനായി കാത്തിരിക്കുന്ന നിങ്ങൾ വിദ്യാർത്ഥികളുടെ വ്യാകുലത പരിഗണിച്ച് ഡയറക്റ്റ് ഞങ്ങൾ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്ത് പരീക്ഷാ ഭവനിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗൂഗിളിലെ നമ്പർ അത് ഓക്കെ അല്ല, അത് കണക്റ്റ് ആവുന്നതല്ല. പിന്നെ ഡയറക്റ്റ് ഞങ്ങൾ ചെയ്ത് കേരള എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ വിളിച്ചത് പ്രകാരം ഞങ്ങൾക്ക് ഡയറക്റ്റ് +1 സെക്ഷനിലേക്ക് വിളിക്കാനുള്ളൊരു കോൺടാക്റ്റ് കിട്ടുകയും അവിടെ നിന്നും ഞങ്ങൾ ആ ഒരു +1 സെക്ഷനിൽ വിളിച്ചപ്പോൾ ഇംപ്രൂവ്മെന്റ് റിസൾട്ടിനെ സംബന്ധിച്ച് എന്താണ് അറിയാൻ സാധിച്ചത് എന്ന ഓഡിയോ ക്ലിപ്പ്, ആ റിസൾട്ട് എന്ന് വരും, വാല്യുവേഷൻ എന്തായി, വരാൻ സാധ്യതയുണ്ടോ എന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾക്കിടയിൽ +1 വാല്യുവേഷൻ ക്യാമ്പിൽ അല്ലെങ്കിൽ +1 ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആ ഒരു ഇംപ്രൂവ്മെന്റ് റിസൾട്ടിനെ പറ്റി ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ +1 ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. പക്ഷേ ആ ഒരു നമ്പർ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ലഭിക്കത്തില്ല. ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ ആ ഒരു നമ്പർ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു +1 ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഓഡിയോ ക്ലിപ്പിന്റെ രൂപത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ ചേർക്കുകയാണ്. ഹലോ 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 സാർ, +1 റിസൾട്ടിന്റെ പറ്റിയൊരു അപ്ഡേഷൻ ചോദിക്കാനുണ്ട്. ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഇന്ന് വരും സാർ. ഏത് കോഴ്സാ? +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട്. +1 ആണല്ലേ? +1 സെക്ഷനിലെ നമ്പർ വരാം, ഒന്ന് കുറിച്ചെടുക്കോ. 0471 0471 251 251 7048. 7048. താങ്ക് യു സാർ. ഹലോ ഹലോ, കേൾക്കാമോ? പറയൂ. ഞാൻ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഇന്ന് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് വിളിച്ചതാണ്. ഇല്ല, അതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. അല്ല, നമുക്ക് കുറെ യൂട്യൂബ് ചാനലിലൊക്കെ ഇന്ന് ഡേറ്റ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചത്. ഇല്ല ഇന്ന് വരത്തില്ലെന്നാണോ? അല്ല, അതൊന്നും ആയിട്ടില്ല. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ ഇതാണ് സംഭവം. ഇതുവരേക്കും ഒഫീഷ്യലി ഒരു ഡേറ്റ് +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ടിനെ സംബന്ധിച്ച് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും അത് എത്താം. കാരണം വാല്യുവേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, പേപ്പറുകളെല്ലാം നോക്കി ടാഗ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട ചുമതല മാത്രമേ ഇംപ്രൂവ്മെന്റ് +1 റിസൾട്ടിനെ സംബന്ധിച്ചോളം ഉള്ളൂ. അത് ഏത് ദിവസവും വരാം. പക്ഷേ ഒഫീഷ്യലി ഒരു ഡേറ്റ് ഇന്ന ദിവസം ഇത്ര സമയത്ത് പബ്ലിഷ് ചെയ്യുമെന്ന് ഒരിടത്തും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരും വ്യാകുലപ്പെടേണ്ടത്, അത് വരേണ്ട സമയത്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കോളും. നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷകളും മറ്റും ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്താണോ എഴുതിയിട്ടുള്ളത് അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും +1 ഇംപ്രൂവ്മെന്റിൽ കിട്ടിയിരിക്കും. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ബൈ.